കടലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണർല്ലേ. സാറ്റർഡേ സൺഡേ നല്ല തിരക്കല്ലേ. പ്രശ്നം എന്താ? അമ്മയ്ക്ക് മാത്രം എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടോ? അമ്മയ്ക്കോ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടോ? അയ്യവാ, എന്തായാലും അതിന്റെ നടുവിലൊക്കെ ആളുകള് സർഫിംഗ് പഠിക്കാൻ തോന്നുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ജടായുപാറ പോയ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വർക്കല ബീച്ച് റിസോർട്ടിലെ വിശേഷങ്ങളാണ്. ചടയമംഗലത്ത് നിന്നും വർക്കല ബീച്ച് റിസോർട്ടിലേക്ക് ഏകദേശം 55 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ആണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലത്തെത്തി. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ കല്യാണത്തിൽ നമ്മൾ പങ്കെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ജടായുപാറ പോയി. ഇനി നേരെ പോകുന്നത് വർക്കല ബീച്ച് റിസോർട്ടിലേക്ക്. ഞങ്ങൾ ഈ യാത്രയിൽ കോഴിക്കോട്ട് നിന്ന് ഇവിടെ കൊല്ലം വരെയുള്ള യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞങ്ങൾ പല വഴിയിലൂടെയും പോയി, അങ്ങാടികളിലൂടെയും ഒക്കെ പാസ് ചെയ്ത് പോയി. പക്ഷെ നമ്മളെ നാട്ടിൽ കോഴിക്കോട് മലപ്പുറമൊക്കെ ഉള്ള ആ ഒരു ട്രാഫിക് ഇവിടെ ഇല്ല കേട്ടോ. ഈ ചേച്ചി ശരിയില്ല കേട്ടോ. ഈ GPS-ന്റെ ഇവർക്കൊക്കെ ഈ മലയാളികളായ പെൺകുട്ടികളെ വെച്ചൂടെ? ഈ വർക്കലേക്ക് വാക്കല വാക്കല എന്ന് പറയുമ്പോ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തോ പോലെ അല്ലെ? തന്നെ നിനക്ക് പോയിട്ട് അതില് ജോലി ചെയ്തിട്ടുള്ളത് എന്നെ വിളിക്കാ ഞാൻ പോവാ അല്ലേ? ആ വർക്കലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറയണ്ടേ അല്ലേ? അപ്പോഴല്ലേ രസം. ഗൂഗിള് രക്ഷയില്ലാത്ത വഴികളിലൂടെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ആയതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെ കൊല്ലം വരെ വന്നതിൽ ഇപ്പം ആദ്യത്തെ റെയിൽവേ ലൈനാണ് ഞങ്ങളിപ്പോൾ ക്രോസ് ചെയ്തു പോകുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഗണപതിൻ്റെ ഒരു അമ്പലവും കണ്ടു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് അമ്പലങ്ങളെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെ നല്ല പാട്ട് ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഭക്തി ഫീലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ നിർത്താതെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീച്ചിലെ സൺസെറ്റ് ആസ്വദിക്കണം. അതിന് വേണ്ടിയിട്ട് എത്രയാണോ സ്പീഡ് എടുക്കാൻ പറ്റുക ആ മാക്സിമം സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കയറിയ റോഡ് മാത്രം മോശാട്ടോ. ബാക്കി വന്ന റോഡൊക്കെ അടിപൊളി റോഡുകളായിരുന്നു. ശരിക്കും ഇതിലൂടെ പോകുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മളെ കാപ്പാട് ബീച്ചിലേക്ക് പോകുന്ന വഴിയും അതേ ഒരു ഫീൽ തന്നെയാണ്. കാപ്പാട് ബീച്ച് ആക്ച്വലി ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. In 300 meters, your destination will be on the left. വർക്കല റോഡ് എടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ബീച്ച് റിസോർട്ടുകൾ ഇങ്ങനെ കണ്ടു കേട്ടോ. അതുപോലെ ഹോം സ്റ്റേകളും കണ്ടു. പക്ഷെ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് വുഡ് ഹൗസ് ബീച്ച് റിസോർട്ടാണ്. അപ്പം അതെവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ തപ്പി പോവുകയാണ്. അത്യാവശ്യം നല്ല റോഡുകളായതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും കുടുങ്ങി കിടക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ വേഗം എത്തി കേട്ടോ. Destination is on the left. ലെഫ്റ്റില് വുഡ് ഹൗസ് ഇതാണോ? അത് അടുത്ത നെക്സ്റ്റ് ആണോ? നമ്മൾ വന്നത് വുഡ് ഹൗസ് ബീച്ച് റിസോർട്ട്. ഓൾറെഡി വിളിച്ച് റൂംസ് എല്ലാം ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവർ. അങ്ങോട്ട് എത്തിയ സമയത്ത് നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നമുക്ക് ബീച്ച് സൈഡിലാണ് റൂം കിട്ടിയത്. വേഗം റൂമിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. വേറെ ഒന്നിനല്ല, റൂമിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നേരെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, സൺസെറ്റ് അവിടെ പോയിരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിടുക്കം കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിലും വേഗം ഫാസ്റ്റാക്കി. അങ്ങനെ നമ്മളിപ്പോൾ ദാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് നോക്കത്, അതും അത്ര അടുത്ത്. ഒന്നും എടുത്തില്ല. അതെ 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 അതെ, പ്ലാനിംഗ് ഇല്ലാത്തതിനെ കൊണ്ട്. ഒന്നും എടുക്കാതെ വന്നു. പക്ഷെ ഇതിന് സ്പെഷ്യലായിട്ട് മറ്റേ നമ്മളെ അതുലിനോടും പിന്നെ അതുലിന്റെ സുഹൃത്തിനോടും നമ്മൾ താങ്ക്സ് പറയണം. കാരണം അടിപൊളി നല്ല സ്ഥലത്ത് വളരെ റീസണബിൾ ആയിട്ടാണ് അവർ ചെയ്തത്. നേരെ വ്യൂ. ഞങ്ങൾ എടുത്ത റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. വൈകുന്നേര സമയത്ത് നമ്മുടെ ഈ സൂര്യനും അതുപോലെ കടലും കൂടിച്ചേരുമ്പോൾ എത്ര സുന്ദരിയായിട്ടാണ് കടൽ മാറുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സീ ഫുഡ് വേണമെങ്കിൽ സീ ഫുഡ് ഉണ്ട്. അങ്ങോട്ട് നോക്കൂ. എന്തായാലും അതിന്റെ നടുവിലൊക്കെ ആളുകള് സർഫിങ് പഠിക്കാൻ തോന്നുന്നു. ആണോ സർഫിങ് അല്ലത്? അതെ സർഫിങ്ങാ. ഈ സമയത്ത് സർഫിങ് പഠിക്കോ? അയ്യോ ആളുകളെ വിസിലടിക്കുന്നുണ്ട്. അത് അവരെയാണോ സെക്യൂരിറ്റി വിളിക്കുന്ന? ആ ലൈഫ് ഗാർഡ് വിളിക്കുന്ന അവരെയാന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല. നമ്മളെ റിസോർട്ട് അതാ അവിടെയാണ്. ഞങ്ങൾ അതിനുശേഷം ക്ലിഫിന്റെ അകത്തൂടെ ഒരുപാട് ദൂരം നടന്നു. ഈ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നേ. നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഗോവ എന്നാണ് വർക്കല ബീച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്തും ചെറിയൊരു ഗോവ സെറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ഫോറിനേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്തും ഒരുപാട് പേരെ കണ്ടു. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മീൻ വാങ്ങി തരട്ടെ? ഒരുപാട് ദൂരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി ഡിന്നർ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. താങ്ക് യു. ചിക്കൻ 65 കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും 4 ഭാഗത്തുനിന്ന് കൈ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചു. ഇതിലൂടെ നടക്കുന്നത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ചില ഭാഗത്ത് എത്തുമ്പം ഇതിന്റെ സൈഡൊന്നും കെട്ടിയിട്ടില്ല. അപ്പം മക്കളെ പിടിച്ചൊക്കെ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതാ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഈ രാത്രി അടിപൊളിയാണ്. കാറ്റും കൊണ്ട് ഇരിക്കുന്നവർക്ക് ഇരിക്കാം. എത്ര ഡിസ്കൗണ്ട് എത്ര പറയണേ? ആമി അൻഷു അങ്ങോട്ടേക്ക് സൈഡിലേക്ക് വെക്കോ. എന്താ അൻഷുവിന്റെ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നോ? അമ്മയ്ക്ക് മാത്രം എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടോ? അമ്മയ്ക്കോ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടോ? തിരിച്ച് റൂമിലെത്തി ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ്. യാത്രകൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ.
ഇപ്പൊ സമയം 6:15. ഞങ്ങള് രാവിലെ എണീറ്റ് ഇതാ നമ്മളെ റൂമിൽ നിന്ന് കടൽ കാണുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ ആവുന്ന സ്വഭാവം നമ്മളെ കൂട്ടത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ഈ കടലിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സമയത്തും ഓരോ ഭാവങ്ങളാണ് കടൽ കാണിക്കാറുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടപ്പുറങ്ങളിലും കാണുന്ന കാഴ്ചയാണല്ലോ ഇത്. രാവിലെ പോയിട്ട് മീൻ പിടിച്ചു വരുന്നത്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സമയം 6:30. അതിൻ്റെ എത്ര മുന്നേ അവർ പോയിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇത്. അങ്ങനെ നമ്മുടെ കടലിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ടീംസാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത്. ഇത് കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവന്ന മീൻ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ. ഇടയ്ക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി തുള്ളുന്നുണ്ട്. മീൻപിടുത്ത വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് മറ്റൊരു തോണി വന്നത്. ആ തോണിയിലാണെങ്കിൽ കുറച്ച് പ്രായം കൂടിയവരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് ഈ വലയും കയറൊന്നും വലിച്ചിട്ടാവാത്തത് കൊണ്ട് തന്നെ അവർ അവിടെ കൂടിയ എല്ലാവരെയും വിളിച്ചിട്ട് അത് വലിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ശരത്തേട്ടൻ അത് കേട്ടപ്പോഴേക്കും വേഗം ഓടിപ്പോയി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരത്തേട്ടൻ അങ്ങനെ കാര്യമായിട്ട് വലിച്ചെടുക്കുകയാണ്. ബാക്കി എല്ലാവരും കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ വലിച്ചിട്ടും ആ കയറ് ഇങ്ങോട്ട് വരുന്നില്ല. അത് അത്രയും ദൂരത്തിലാണ് കിടക്കുന്നത്. അപ്പം അത്രയും നേരം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് അവരിങ്ങനെ കയറിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം വലിച്ചുകൊണ്ടിരുന്നപ്പം ശരത്തേട്ടൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ കുറച്ച് നേരം വലിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കുകയാണ്. പറ്റുന്ന പോലെയൊക്കെ കുറച്ച് നേരം വലിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഇപ്പോൾ സമയം രാവിലെ 9 മണിയായി. ഞങ്ങളിതാ ഞങ്ങളുടെ കോട്ടേജിൻ്റെ മുന്നിൽ വർക്കലയിൽ മുന്നിലിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പോൾ അവർ പറഞ്ഞ് ഇനി 10 മിനിറ്റ് കൂടി അതിനുള്ളിൽ ഇപ്പം റെഡിയാക്കിയിട്ട് വേഗം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അൻഷു കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നു മേൻ. ആമി രാവിലെ കുളിച്ചൂലേ കടലിലൊക്കെ പോയി വന്നിട്ട്? ആമിക്ക് എന്താ വേണ്ടേ? ദോശ വേണോ ഇടിയപ്പം വേണോ? അതാ അവരെടുത്ത് തരും അൻഷു. വെയിറ്റ് പ്ലേറ്റ് ശരിക്ക് പിടിക്കാൻ അൻഷു താഴെപ്പോ. കൈകൊണ്ട് പിടിക്ക്. എന്താ മീൻ? എന്താ അൻഷു? സൂപ്പർ അല്ലേ? നല്ല ഞാൻ ഇവരോട് പറയായിരുന്നു നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ളൊരു പല ഡിഫറെന്റ് ടേസ്റ്റാ. പക്ഷെ അതാണ് അതിന്റെ ഒരു ഭംഗി.
അതിലൊരു എന്താ പറയാ പുതുമുണ്ട്. അതാണ് ധന്യം പറഞ്ഞത്. ഈ മുട്ടക്കറി നമ്മൾ മുട്ടക്കറി കഴിക്കെങ്കിൽ പോലും ഈ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന്. ആണല്ലേ? ഈ ചേച്ചിയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചേച്ചിന്റെ പേരെന്താ ചേച്ചി? അജിത. ചേച്ചിന്റെ വീട് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു, ഞാനും ഹസ്ബൻഡും കൂടി. മുട്ടക്കറിയൊക്കെ സൂപ്പ്. ചേച്ചിന്റെ പേരെന്താ? മന്നില. ആ, ഇവിടെ വീട് എത്രയായി ഇവിടെ? കൊറേ ആണല്ലേ? നിങ്ങളെ പേര് ഷമീർ? ഒരു വർഷമായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ടും നല്ല ഹോട്ടല്. ഇതുപോലെ ഒരുപാട് പേര് വരാറുണ്ടോ? ഉണ്ടല്ലേ? സാറ്റർഡേ സൺഡേ നല്ല തിരക്കല്ലേ? രാത്രി ഇവിടെയാണോ നിക്കാറ് നിങ്ങള്? പോയി വരും? അല്ല, ഇവിടെ നിക്കൂല്ലേ? അപ്പം എന്തായാലും താങ്ക് യു. നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ശരി. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കല വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വുഡ് ഹൗസ് ബീച്ച് റിസോർട്ട് എടുക്കുക. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല, ഞങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങള് വുഡ് ഹൗസ് നിന്ന് യാത്ര പറയുകയാണ്. വെക്കേറ്റ് ചെയ്യാൻ സമയമായി. അപ്പോൾ വെക്കേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല. അതാണ് തോന്നുന്നില്ല. അതായത് ഞങ്ങളിവിടെ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഫ്രണ്ട് അതുലാണ്. അതുല് അവന്റെ ഫ്രണ്ട് അനർഷിനോട് പറഞ്ഞ്, അനർഷാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തതും ഒക്കെ ചെയ്തത്. ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അതും ബീച്ച് സൈഡിനോട് വേണം, അടുത്ത് വേണമെന്ന് അവര് നിർബന്ധം പിടിച്ച് നമുക്ക് വാങ്ങിച്ചു തന്നു. അതിനും വലിയ ഓവർ റേറ്റ് ഒന്നും ആയില്ല. ബാക്കിയൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് റേറ്റ് ഒക്കെ ആണല്ലോ. ഇവിടെ നമുക്കൊരു 3000 രൂപയാണ് 1 നൈറ്റ് സ്റ്റേ. അപ്പം അതെന്തായാലും അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു, എല്ലാം ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വളരെ നന്നായിരുന്നു. ആളുകളുടെ സർവീസ് എല്ലാം നന്നായിരുന്നു. എല്ലാം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ജേണി ആയിരുന്നു ഇതെന്തായാലും. ഒരു സ്റ്റേ ആയിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്ലേസ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.